സേമിയ കൊണ്ട് ഉപ്മാവ് നമ്മളെല്ലാവരും ഉണ്ടാക്കാറുണ്ടല്ലേ. ഇന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മസാലയുടെ ടേസ്റ്റിലേക്ക് എങ്ങനെ സേമിയനെ കൊണ്ടുവരാം എന്നുള്ള ഒരു റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. പെരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് കളർ മാറി വരുമ്പോഴത്തേനും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുകയാണ്. ശേഷം ക്യൂബായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 പൊടികളാണ് ചേർക്കുന്നത്. മഞ്ഞപ്പൊടിയും ഗരം മസാലയും കുറച്ച് പുതിനയില ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒരു 50% വെന്ത് കിട്ടണം കേട്ടോ. അതിനായി ഞാനൊരു അടപ്പിട്ടിട്ട് 4 to 5 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അടപ്പ് തുറക്കുക. ഇനി അതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കുകയാണ്. സേമിയ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വരുമ്പോഴത്തേനും ഇതിലെ വെള്ളം ഒരു പകുതി മുക്കാലും വറ്റിയിട്ടുണ്ടാവുക. ഇനി സേമിയ ചട്ടിയുടെ നടുവിലേക്ക് ഇങ്ങനെ കുമിച്ച് വെച്ചിട്ട് ഒരടപ്പിട്ട് അടച്ചിട്ട് വേവിക്കാം. സേമിയ വേവാൻ ഇത്ര വെള്ളം ആവശ്യമായിട്ട് വരുള്ളൂ. ബാക്കി അത് ആവിയിൽ കിടന്നങ്ങനെ വെന്തോളും. ഒരു 3-4 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടിക്കോളും കേട്ടോ. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക. സേമിയ ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ കേട്ടോ.